ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോനെ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ശരിക്കും എന്താ രാത്രി അവിടെ നടന്നത്? ഇല്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ആര് ചതിച്ചാലും ഇതിന്റെ അന്തിമ വിധി ഭീകരമായിരിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഓർത്തോ? രോഹിതേ, എനിക്കറിയാം എല്ലാരും കൂടി ഈ വീട്ടിൽ നിന്ന് എന്നെ മനഃപൂർവ്വം മാറ്റി നിർത്താനുള്ള പരിപാടിയാ. ഇപ്പൊ നിങ്ങളും അവരുടെ കൂട്ടത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ സത്യമ്മ അറിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഭീകരമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിറക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. തലയിലെടുത്തു വെച്ചത് അതേപോലെ നിലത്തേക്കിടാനും സത്യമ്മയ്ക്ക് അറിയാം. പിന്നെ ഈ രഹസ്യം ഞാൻ വെളിപ്പെടുത്തിയ എടി, അത് നിന്നെ കൊണ്ട് കഴിയോ? പപ്പി നിന്റെ എന്റെ മോളാണെന്ന് കരുതിയിട്ടാ സത്യമ്മ നിനക്ക് ഇവിടെ ഈ സ്ഥാനം തന്നിരിക്കുന്നത്. അതല്ല, പപ്പി ശാലിനിയുടെ വിഷ്ണുവിന്റെ മോളാണെന്ന് അറിഞ്ഞ ആ നിമിഷം നീ പുറത്താ. അങ്ങനെ സംഭവിക്കല്ലോ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. പറഞ്ഞു വരുമ്പോ എനിക്ക് നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല. നമ്മൾ രണ്ടും പുറത്തുനിന്ന് വന്നവരാ. നമ്മുടെ ശവക്കുഴി നമ്മൾ തന്നെ തോണ്ടണോ? കുഴി തോണ്ടിയാലും വേണ്ടില്ല, അവളെ ഞാൻ ഈ വീട്ടിൽ മഹാറാണിയാക്കി വാഴിക്കില്ല. പിന്നെ വേണമെങ്കിൽ സത്യമ്മ ഈ വീട് ഭരിച്ചോട്ടെ, എന്നോട് എന്ത് വേണമെങ്കിലും ആജ്ഞാപിച്ചോട്ടെ, എനിക്ക് അതിലൊന്നും ഒരു പരാതിയുമില്ല. പക്ഷെ എന്റെ കുഞ്ഞേച്ചി അവരെന്നെ ഭരിക്കാൻ വരരുത്. എടി, ഒരമ്മയുടെ വയറ്റിൽ പിറന്നവർ ഒരുമയോടാ കഴിയേണ്ടത്. പക്ഷെ ഇവിടെ ഒലക്കൊക്കെ അടിക്കാൻ നിൽക്കുക. എനിക്കിനി അങ്ങനെ ഒരു ചേച്ചി ഇല്ല. ഉണ്ടായിരുന്നു, അതൊക്കെ നേരത്തെ. ആ കുഞ്ഞേച്ചി ഇപ്പൊ എന്റെ മനസ്സിൽ നിന്ന് മരിച്ചു എന്നൊക്കെയായിട്ട്. എന്താടി നോക്കുന്നേ? നിനക്ക് ഇനി സത്യം എടുത്തു പോണോ? ഇവള് നന്നാവില്ല. അയ്യേ, കരയല്ലേ. അമ്മ പറഞ്ഞ കാര്യമാക്കണ്ട. ഉറങ്ങിക്കോ. പോട്ടെ മോളെ, കരയല്ലേ. ശാരദാമ്മേ, ചായ കിട്ടിയില്ല. അതാ കൊണ്ടുവരുന്നു. ഇവിടെ കുറച്ച് സാമ്പാർ ഒഴിക്കണേ. എനിക്കൊരു കഷ്ണം പുട്ട് വേണേ. തരാം. ഷാരി, ചായ ഞാൻ എടുത്തോളാം. നീ ആ പുട്ട് ചോദിച്ചവർക്ക് കൊടുത്തേ. ആ ശാന്ത 2 ദിവസം പറഞ്ഞു പോയതാ. ആരോ ഹോസ്പിറ്റലിൽ കിടക്കുന്നെന്ന് പറഞ്ഞു പോയതല്ലേ? ആ, കൂട്ട് നിന്നിട്ടൊക്കെ വരട്ടെ. ഇനിയും വന്നില്ലെങ്കിൽ കടയിൽ ഞാൻ വേറെ ആളെ വെക്കും. ശാരദാമ്മേ, ചായ കിട്ടിയില്ല കേട്ടോ. ആ, എടുക്കുന്ന വാസണ്ണാ. വിഷ്ണു കുഞ്ഞ് വരുന്നുണ്ടല്ലോ. അതെ, കുറച്ച് സാമ്പാർ തരണേ. ഞാൻ ഒഴിച്ചു കൊടുത്തോളാം. ഇവിടെയല്ലേ സാമ്പാർ വെച്ചേ? നീ ആർക്കെങ്കിലും സാമ്പാർ വേണോ? എനിക്ക് ഇവിടെ. ശങ്കരേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ മോനെ, വിഷ്ണു അതൊന്നും വേണ്ട, ഇങ്ങി തന്നെ. അതൊന്നും വേണ്ട, ഇങ്ങി താ. അല്ല, തിരക്കില്ലാണ്ട് ഞാൻ പിന്നെ. ഷാരി, നീ ആ പുട്ട് ചോദിച്ചവർക്ക് കൊടുത്തേ. മോനെ, മോനെ, ഒരു കാര്യം ചോദിക്കട്ടെ.
മോനെ, എന്റെ മനസ്സിൽ കിടന്ന് തിളച്ചു മറിയുന്നത് കൊണ്ട് ചോദിക്കുക. അന്ന് രാത്രി ആ കുഴിയിൽ നിന്ന് അത് എടുത്തു മാറ്റിയത് മോനായിരുന്നു? ഇതുപോലത്തെ ജീപ്പിൽ വന്ന രണ്ടുപേരാ എടുത്തു മാറ്റിയെന്ന് അന്ന് പോലീസുകാര് പറഞ്ഞത്. മോനെ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ശരിക്കും എന്താ രാത്രി അവിടെ നടന്നത്? ഇല്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഞങ്ങൾ ആ രാത്രി അവിടെ പോയി എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അവിടെ ഈ പറയുന്ന ബോഡിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്ക് മുന്നേ ആരെടുത്ത് മാറ്റിയിരുന്നു. അയ്യോ ഈശ്വര, അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും മോനെ? ആരാണെങ്കിലും എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരാളാ. അങ്ങനെ ഒരാൾ നമുക്കൊപ്പം ഉണ്ട്. അയാളാ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നേ. അയാൾ ആരാണെന്നറിയണം. എന്നാലേ ബോഡി എവിടെ ഒളിപ്പിച്ചെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റൂ. ഈശ്വര, ഇനി അങ്ങനെ ഒരാൾ കാശും ചോദിച്ച് വേലായുധം വന്ന പോലെ വരുവോ? ഇനി അങ്ങനെ ഒരാളും കൂടി വന്നാൽ താങ്ങാനുള്ള മനക്കെട്ടിയൊന്നും എനിക്കില്ല. ഒരു കാര്യം ഉറപ്പാ ശാരദാമ്മേ, അങ്ങനെ ഒരാൾ നമുക്കൊപ്പം ഉണ്ട്. ഇക്കാര്യത്തില് നമ്മളെക്കാൾ രഹസ്യം അയാൾക്കറിയാം. ഇന്ന് വേലായുധന്റെ മകളുടെ കല്യാണമായിരുന്നു. ആ, കൂട്ടുകാരനല്ലേ, പഴയ ബന്ധം പോകാതിരിക്കാൻ തോന്നില്ല. വിളിച്ചിരുന്നു, പക്ഷെ പോവാൻ പറ്റിയില്ല. ഗംഭീര കല്യാണം, 2 തരം പായസം. പാചകം നമ്മുടെ ഗോപിയേട്ടനായിരുന്നു, അപ്പൊ മോശം വരില്ലല്ലോ. അല്ല, മോനെ പോന്നു? ഞാൻ കുറച്ചു നേരമായി. ആ, ശാരദാമേ, കുറച്ച് കറി വേണം. ആ ദേ വരുന്നു. ആ, ശാരദാമേ, എനിക്കൂടെ ആ കുറച്ച്. തരാം. അല്ല, ഷാരിക എവിടെ പോയി? ദേ ഇപ്പൊ വരാന്ന് പറഞ്ഞ കൊണ്ട് പോയതാ. ശാരദാമാകെ ടെൻഷനില്ല. ആ ബോഡി എവിടെ പോയി എന്ന ചിന്തയിൽ ഉറക്കലേ നടക്കുക. ഞാൻ രാത്രി അവിടെ പോയത് അത് മാറ്റാൻ തന്നെയാ. പക്ഷെ അതവിടെ ഇല്ല. ആരാണത് അവിടെ നിന്നെടുത്ത് മാറ്റിയെന്നൊന്നും അറിയില്ല. ശാലിനിയുടെ അച്ഛനാണോ അതെടുത്ത് മാറ്റിയത്? ഈ വിവരം നമ്മൾ 1-2 പേർക്കല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. നിനക്കെന്താ വിഷ്ണു, വല്ല ഭ്രാന്തും ഉണ്ടോ? ഞാൻ അല്ലാതെ തന്നെ പല കുഴപ്പത്തിൽ നിൽക്കുക. അറിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് എടുത്ത് ചാടൂ?